Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ Atmega328pയുടെ ടൈമർ കൗണ്ടർ മോഡ്യൂളിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഈ ടൈമർ കൗണ്ടർ മോഡ്യൂൾ പല ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്ക് മൈക്രോ കൺട്രോളറിൽ. ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൈം ഡിലേ കിട്ടാനായിട്ടാണ്. നമുക്ക് ചില ഫങ്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ടൈം ഡിലേ കൊടുക്കേണ്ടി വരും. പിന്നെ ഒന്ന് പെർട്ടിക്കുലർ ടൈം ഡിലേയിൽ നമുക്ക് ഓരോ ഈവെന്റുകൾ സംഭവിച്ചിട്ടുണ്ടോ, ഓരോ ഈവെന്റുകൾ നമുക്ക് ആദ്യമുള്ള പെർട്ടിക്കുലർ പിന്നെ നമുക്ക് റീഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ ടൈമർ കൗണ്ടറും അത് സെയിം മോഡ്യൂളാണ്. ടൈമറോ കൗണ്ടറാണ്. അതെന്താ ചെയ്യുന്നതനുസരിച്ചാണ് അതിൻ്റെ ഫംഗ്ഷൻ വരുന്ന ഒറ്റ മോഡ്യൂളാണത്. അത് നമ്മൾ ടൈമർ കൗണ്ടർ മോഡ്യൂളാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. ടൈമർ കൗണ്ടർ മോഡ്യൂളിൽ കമ്പാരറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഇൻപുട്ട് കമ്പയറിങ്, ക്യാപ്ചറിങ് ഉണ്ട്, ഔട്ട്പുട്ട് ക്യാപ്ചറിങ് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ പിന്നിന് നമുക്ക് സിഗ്നൽ ക്യാപ്ചർ ചെയ്തിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മോഡ്യൂൾ. പക്ഷെ നമ്മൾ ഇതിനകത്ത് ടൈമർ കൗണ്ടറിന്റെ ഓവർഫ്ലോ ഇൻപുട്ട് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അന്നേരം നമുക്ക് ഓവർഫ്ലോ ഇൻപുട്ട് ചെക്ക് ചെയ്യാനുള്ള പെർട്ടിക്കുലർ ഒരു എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ 2 സെക്കൻഡ്സിൽ നമുക്കൊരു ഡിലേ 2 സെക്കൻഡ്സ് വേണം. 2 സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഉടനെ അതിനൊരു ഇൻട്രപ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ ആ ഇൻട്രപ്റ്റ് മീറ്റ് ചെയ്യാനായിട്ട് ഇൻട്രപ്റ്റിനെ സർവീസ് ചെയ്യാനായിട്ട് ഒരു ഫംഗ്ഷൻ എഴുതുന്നത് ISR ഫംഗ്ഷൻ എന്ന് പറയും. അതിന് ടൈമർ 1 ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ടൈമർ 16-ബിറ്റ് മോഡ്യൂളാണ്. അതിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. 65,535 പറഞ്ഞാൽ അതിൻ്റെ 16-ബിറ്റിൻ്റെ ഡെസിമൽ വാല്യൂ ആണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 2 സെക്കൻഡ് എത്രയാണ് കിട്ടുന്നത്. അത് നമ്മൾ ആ ടൈമർ 1 രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യാം. അന്നേരം നമ്മൾ കൗണ്ട് ഡൗൺ ആണോ കൗണ്ട് അപ്പ് ആണോ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കോൺഫിഗർ ചെയ്ത് കൊടുക്കുക. കോൺഫിഗർ Arduino അല്ലെങ്കിൽ Atmega328p ചിപ്പ് പെർട്ടിക്കുലർ വാല്യൂ റീച്ച് ചെയ്യുന്നവരെ, കൗണ്ട് അപ്പ് ആണെങ്കിൽ 0 ടു ആ വാല്യൂ, കൗണ്ട് ഡൗൺ ആ വാല്യൂ 0 വരെ റീച്ച് ചെയ്യുന്നത്. അത് എത്തുമ്പോഴത്തേക്കും ഓവർഫ്ലോ ഇൻട്രപ്റ്റ് ട്രിഗർ ചെയ്യുക. ഓവർഫ്ലോ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ Arduino ഒരു ISRലേക്ക് റൺ ചെയ്യും. ISR നമ്മൾ എഴുതി കൊടുക്കണം. ഞാനിവിടെ ഇപ്പോൾ സ്ക്രീനിൽ അതിൻ്റെ സ്കീമാറ്റിക്കാണ് ഞാൻ വരയ്ക്കുന്നത്. 2 സ്വിച്ചുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ടൈം വാല്യൂ നമ്മൾ ടൈമർ 1ലേക്ക് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഇൻക്രിമെന്റ് ഡിക്രീ ചെയ്യാനുള്ള 2 സ്വിച്ചുകൾ. പിന്നെ നമുക്ക് ഡിലേ നമുക്ക് ഒരു വിഷ്വലി കാണാനായിട്ട് ഒരു LED കാണിക്കുന്നുണ്ട്. LED കാണിച്ചിരിക്കുന്നത് 5/5 പിന്നിലാണ്. പിന്നെ സ്വിച്ച് കാണിച്ചിരിക്കുന്ന 4-ലും 2-ലും ആണ്. അതിൻ്റെ കോഡ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് LED പിന്നെ ഡിഫൈൻ ഉപയോഗിച്ചിട്ട് ഡിഫൈൻ ചെയ്യാം അവിടെ. പിന്നെ നമുക്ക് സ്വിച്ചിന് വേണ്ടിയിട്ട് സ്വിച്ച് ഇൻപുട്ടാണ്, അതിൻ്റെ 2 വേരിയബിൾ വെച്ച് കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് 5th പിന്നായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കോൺസ്റ്റ് ബൈറ്റ് സ്വിച്ച് ഇൻക്രിമെന്റ് എന്നുള്ളത് 2nd പിന്നാണ്. സ്വിച്ച് ഡിക്രിമെന്റ് ഞാൻ 4th പിന്നിലേക്ക് കണക്ട് ചെയ്യാം. നമ്മൾ ഈ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ TCNT1 രജിസ്റ്ററിനുള്ളിലുള്ള വാല്യൂ ചേഞ്ച് ആവും. കൂടിയ കുറയുക നമ്മൾ ഏത് ബട്ടൺ പ്രസ് ചെയ്യുന്നത്. TCNT1ലേക്കാണ് നമ്മൾ ഒരു 2 സെക്കൻഡ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രീലോഡ് ചെയ്യുന്നുണ്ട്. ആ വാല്യൂ റീച്ച് ചെയ്യുമ്പോഴാണ് Arduino ഒരു ഓവർഫ്ലോ ആവുന്നത്. Arduinoയുടെ പിന്നെ ആ രജിസ്റ്റർ ഓവർഫ്ലോ ആവും. ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ ഒരു ഓവർഫ്ലോ ഇൻട്രപ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഇൻട്രപ്റ്റ് ഒരു സർവീസ് റൂട്ടീൻ നമ്മൾ എഴുതി കൊടുക്കും. Timer1 OVF Timer1 OVF rect എന്ന് പറഞ്ഞിട്ട് ഒരു വെക്ട് എന്നുള്ള ഒരു ഓവർഫ്ലോ ഒരു ISR നമ്മൾ എഴുതി കൊടുക്കും. ഒരു ISR റൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ LED റൺ ചെയ്യുക. LED ഓൺ ഓഫ് ആവുക. LED അനുസരിച്ച് സ്പീഡ് വേരിയൻസിൽ ബ്ലിങ്ക് ചെയ്യും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ആ ഒരു പ്രീലോഡ് ചെയ്യുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഇവിടെ കമന്റിൽ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ ടൈമർ 1 16-ബിറ്റ് ആണ്. അതിൻ്റെ 16-ബിറ്റ് ഡെസിമൽ വാല്യൂ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 65,535
അത്രയും വേരിയേഷൻ കിട്ടും. അതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ അതിൽ നിന്ന് മൈനസ് ചെയ്ത് കിട്ടുന്ന എത്രയാണോ അതാണ് നമ്മൾ ആ TCNT1ലേക്ക് സ്റ്റോർ ചെയ്യുക. അതിന് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ വെച്ചിട്ടാണ് അതിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത് ആദ്യം. എന്നിട്ടത് നമ്മുടെ സെറ്റപ്പിൽ വരുമ്പോൾ അത് TCNT1ലേക്ക് സ്റ്റോർ ചെയ്യും. അത് നമ്മുടെ വെക്ടർ ഇൻഡക്ട് സർവീസ് ISR വിളിക്കുമ്പോഴും നമ്മൾ വേരി ചെയ്ത വാല്യൂ എത്രയാണോ അത് നമ്മുടെ ഈ TCNT1ലേക്ക് സ്റ്റോർ ചെയ്യും. ഒരു ഡബിൾ വേരിയബിളിനകത്താണ് ഞാൻ വാല്യൂ പ്രീലോഡ് വാല്യൂ 2 സെക്കൻഡിനുള്ളൊരു വാല്യൂ അത് വാല്യൂ എന്ന് പറഞ്ഞൊരു ഡബിൾ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സെറ്റപ്പിനകത്ത് ആ വാല്യൂവിലുള്ള ഡാറ്റ സെറ്റപ്പിൽ വരുമ്പോൾ TCNT1 ഈക്വൽ വാല്യൂ എന്ന് കൊടുക്കും. സീരിയൽ പോർട്ട് ഞാൻ ബിഗിൻ ചെയ്തിട്ടുണ്ട്. സീരിയൽ പോർട്ട് ഇനിഷ്യൽ നമ്മൾ LEDയുടെ പിന്നുകളിലും കണക്ട് ചെയ്തിരിക്കുന്ന പോർട്ടുകൾ ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ അസൈൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ Timer1 മോഡിലുള്ള നമുക്ക് ആവശ്യമുള്ള രജിസ്റ്റർ ഉണ്ട്. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. അതിൽ നമ്മൾ ഇൻഡക്ടറുകളെല്ലാം ഡിസേബിൾ ചെയ്യണം. ഈ സെറ്റപ്പിലുള്ള കോഡ് എന്ന് പറഞ്ഞാൽ വൺ ടൈം Arduino ഓൺ ചെയ്യുമ്പോൾ വൺ ടൈം റൺ ചെയ്യുന്നതാണ്. ഓൺ ചെയ്യുമ്പോഴോ റീസെറ്റ് ചെയ്യുമ്പോൾ വൺ ടൈം റൺ ചെയ്യുന്നതാണ്. ആ സമയത്ത് നമ്മൾ ഈ Timer1 രജിസ്റ്ററുകൾ കോൺഫിഗറേഷൻ ആയത് ഇൻഡക്ടർ റൺ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നോ ഇൻഡക്ടർ എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചിരിക്കുന്നത്. എല്ലാ ഇൻഡക്ടറും ഡിസേബിൾ ചെയ്യും. നമ്മുടെ റൈറ്റ് സൈഡിൽ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം കാണാം. അതുപോലെ നമ്മുടെ ടൈമർ കൗണ്ടർ കോൺഫിഗറേഷൻ രജിസ്റ്റർ 8-ബിറ്റിൻ്റെ 2 രജിസ്റ്റർ ഉണ്ട്. TCCR1A ഉണ്ട് 1B ഉണ്ട്. 8-ബിറ്റിൻ്റെ 2 രജിസ്റ്ററുകൾ. അതിൽ ഈ രജിസ്റ്റർ നമ്മൾ 0 ഇനീഷ്യലൈസ് ആ രജിസ്റ്റർ ക്ലിയർ ചെയ്യും. ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ രജിസ്റ്ററുകൾ കോൺഫിഗർ ചെയ്യുക. അത് TCNT1 എന്ന് പറഞ്ഞ കൗണ്ടർ രജിസ്റ്റർ നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ അതിലേക്ക് ആ വാല്യൂ സ്റ്റോർ ചെയ്യും. ഈ വാല്യൂ ആണ് Arduino അല്ലെങ്കിൽ Atmega328p കൗണ്ട് അപ്പ് ചെയ്തിട്ട് ഈ വാല്യൂയിൽ എത്തുമ്പോൾ വാല്യൂ 0-യിൽ എത്തുമ്പോൾ അത് ഒരു ഓവർഫ്ലോ ഉണ്ടാവും. ഓവർഫ്ലോ എന്താ നമുക്കറിയാം. നമ്മൾ സ്റ്റാക്കൊക്കെ നമ്മൾ ക്യൂ ഒക്കെ നമുക്കറിയാം. ഓവർഫ്ലോ അറിയാം. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഓവർഫ്ലോ ഉണ്ടായിട്ടൊരു ഇൻഡക്ടർ പ്രൊവൈഡ് ചെയ്യും. ഓവർഫ്ലോ ഇൻഡക്ടർ എന്ന് പറയും. ആ ഇൻഡക്ടർ വരുമ്പോൾ അതിനെ ആ ഇൻഡക്ടറിന് സർവീസ് ചെയ്യാനായിട്ടൊരു ISR ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനകത്താണ് നമ്മൾ കോഡ് എഴുതുക. നമ്മൾ ടൈമറിന്റെ TCNT1ലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്ത് അതിനുശേഷം നമ്മുടെ പ്രീ സ്കെയിലർ എത്രയാണെന്നുള്ളത് പ്രീ സ്കെയിലർ 1024 ആണ് നമ്മൾ പ്രീ സ്കെയിൽ ചെയ്യുക. അത് Arduinoയുടെ 16 MHz നേരെ നമ്മൾ ടൈമർ മൊഡ്യൂൾ റൺ ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല. ആ 16 MHz-നെ 1024 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ റൺ ചെയ്യും. ഇക്വേഷൻ വെച്ചിട്ട് കൗണ്ടിങ് ചെക്ക് ചെയ്യണത്. അതിൽ Timer1 മോഡ്യൂൾ റൺ ചെയ്യാനുള്ള ക്ലോക്ക് ഫ്രീക്വൻസി ഈ കിട്ടുന്നത് ഈ Arduinoയുടെ ഫ്രീക്വൻസിയെ 1024 ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. അത് കോൺഫിഗർ ആയിട്ട് നമ്മൾ ടൈമർ TCCR1B എന്ന് പറഞ്ഞ രജിസ്റ്റർ ടൈമർ കൗണ്ടർ കോൺഫിഗറേഷൻ രജിസ്റ്റർ 1B 8-ബിറ്റ് രജിസ്റ്റർ ആണ്. അതിലേക്ക് നമ്മൾ CS10 CS12 അത് ക്ലോക്ക് സെലക്ട് ആണ്. അതിലേക്ക് ഒരു ലെഫ്റ്റ് ഷിഫ്റ്റ് ഡിഫോൾട്ട് 0 ആണ്. ലെഫ്റ്റ് ഷിഫ്റ്റ് 1 വരുമ്പോൾ പെർട്ടിക്കുലർ ബിറ്റ് 1 എനേബിൾ ആവും. എന്നിട്ട് അതിനെ ഓർ ഈക്വൽ ടു ആണ് ചെയ്തിരിക്കുന്നത്. TCCR1Bയിലേക്ക് ഓർ ഈക്വൽ ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ ബിറ്റിലുള്ള പൊസിഷനുള്ള വാല്യൂ മാത്രമാണ് TCCR1Bയിലേക്ക് വരും. എന്നിട്ട് നമ്മുടെ ടൈമർ പ്രീ സ്കെയിലർ 1024 ആവും. അപ്പോൾ നമ്മുടെ പ്രീ സ്കെയിൽ ടൈമർ റൺ ചെയ്യാനുള്ള ക്ലോക്ക് ഫ്രീക്വൻസി കിട്ടിയിട്ടുണ്ട്. അതിനുള്ള പ്രീ സ്കെയിൽ അതിനെ 16 MHz-നെ 1024 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസിയാണ് Timer1 മോഡ്യൂൾ റൺ ചെയ്യുക. ഈ TIMSK1 എന്ന് പറഞ്ഞിട്ട് അതായത് ടൈമറിന്റെ ഇൻഡക്ട് മാസ്ക് ആണ് രജിസ്റ്റർ ആണ്. ഏത് ഇൻഡക്ട് ആണോ റൺ ചെയ്യുന്നത് നമുക്ക്
ഓവർഫ്ലോ ഇൻപുട്ട് ആകുമ്പോൾ അതിന് TOI-E1 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബിറ്റിലേക്ക് നമുക്കൊരു 1 സ്റ്റോർ ചെയ്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈമർ ഇൻപുട്ട് മാസ്ക് ഓവർഫ്ലോ ഇൻപുട്ട് ഇനേബിൾ ആവും. അതിനുശേഷം ഇൻഡക്ടർ എല്ലാം ഇൻഡക്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇൻഡക്ടർ കാണിച്ചു ചെയ്യും. നമ്മുടെ ഇൻഡക്ടർ ISR ഫംഗ്ഷൻ എവിടെ എന്ന് അറിയില്ലെങ്കിൽ നമ്മളെ ആർഡിനോയുടെ നമ്മുടെ ഹെഡർ ഫയൽ ഉണ്ട് Atmega328p. അത് ഈ കാണുന്ന ലൊക്കേഷനാണ് എൻ്റെ ഉള്ളത്. അത് നമ്മൾ എവിടെയാണോ ആർഡിനോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ലൊക്കേഷനായിരിക്കും ഉണ്ടാവുക. നമുക്ക് ആ ലൊക്കേഷൻ അറിയില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ IAM ഫയൽ നമ്മൾ ജസ്റ്റ് നമ്മളെ വിൻഡോസിനകത്ത് സെർച്ച് ചെയ്യാം. വിൻഡോസിൻ്റെ ഫയൽ എക്സ്പ്ലോറിനകത്ത് സെർച്ച് ചെയ്താൽ നമുക്ക് ആ ഫയൽ കിട്ടും. atmega328p.h ഹെഡർ ഫയലാണ്. അതിന് ആ ഹെഡർ ഫയൽ ഓപ്പൺ ചെയ്ത് നമുക്ക് നമ്മുടെ ഇൻഡക്ടർ സർവീസ് റൂട്ടീൻ്റെ പേര് കിട്ടും. നമുക്ക് ഇൻഡക്ടർ ISR ഫംഗ്ഷൻ്റെ പാരാമീറ്റർ ആണ്. ISR സ്റ്റോർ ചെയ്യുന്ന പാരാമീറ്റർ, ഇത് ഓവർഫ്ലോ പാരാമീറ്റർ ആണ്. നമ്മുടെ ISR ഫംഗ്ഷനിലേക്ക് ഓവർഫ്ലോ ഇൻഡക്ടർ അതിൻ്റെ കോഡ് എഴുതാനായിട്ടുള്ള ഇൻപുട്ട് പാരാമീറ്റർ ആണത്. TCNT1 നമ്മുടെ വാല്യൂ സ്റ്റോർ ചെയ്ത് പ്രീലോഡ് വാല്യൂ, ഈ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ലൂപ്പിനകത്ത്. അതിന് 2 ഫംഗ്ഷൻ എഴുതുന്നുണ്ട് നമ്മുടെ ബട്ടൺസ് വെച്ചിട്ടുള്ള. ഇപ്പോൾ LED ആണ് നമുക്ക് ഇവിടെ ബ്ലിങ്ക് ചെയ്യേണ്ടത്. ഇത് ഓവർഫ്ലോ ഇൻഡക്ടർ കാണിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇൻഡക്ടർ സർവീസ് റൂട്ടീനിൽ വരുമ്പോൾ നമ്മുടെ LED എത്രയാണോ നമ്മൾ സ്റ്റോർ ചെയ്ത വാല്യൂ അനുസരിച്ച് അത്രയും ആ ടൈം ഡിലേയിൽ LED ഓൺ ഓഫ് ആവും. LED ഓൺ ഓഫ് ആവണമെങ്കിൽ നമ്മൾ ഒന്ന് LED ഔട്ട്പുട്ടിനെ ഡീറ്റർ റീഡ് LED ഔട്ട്പുട്ടിനെ നമ്മൾ എക്സ്റ്റോർ ചെയ്ത് കൊടുക്കണം 1 വെച്ച്. എന്നിട്ട് അതിൻ്റെ LED ഔട്ട്പുട്ടിലേക്ക് ഡീറ്റർ ആയിട്ട് റൈറ്റ് ചെയ്താൽ മതി. നമ്മുടെ ലൂപ്പിനകത്ത് 2 ഈ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. നമ്മുടെ ബട്ടൺസ്, അതായത് ബട്ടൺ സ്വിച്ചുകൾ, നമ്മുടെ ടൈം ഡിലേ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാനും ഡിക്രിമെന്റ് ചെയ്യാനുള്ള 2 ബട്ടൺസ് ആണ്. അത് ബട്ടൺ സ്വിച്ചുകളാണ്. ആ വാല്യൂ നമ്മൾ സീരിയൽ ബോർഡിന്റെ ഇതിലേക്ക് പ്രിന്റ് ചെയ്യും, സീരിയൽ മോണിറ്ററിൽ. അത് നമ്മൾ സീരിയൽ മോണിറ്റർ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം നമ്മുടെ ബട്ടൺസ് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് വാല്യൂ എത്രയാണ്. കോഡ് കമ്പൈൽ ചെയ്ത് അപ്ലോഡ് ചെയ്യാണ്. ഇവിടെ കാണാം നമ്മുടെ LED ഇപ്പം ആദ്യം ബ്ലിങ്ക് ചെയ്യുന്നത് 2 സെക്കൻഡ് ഓൺ 2 സെക്കൻഡ് ഓഫ് എന്നുള്ള കണ്ടീഷനാണ്. അത് ഞാൻ ബട്ടൺസ് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ബട്ടൺ മാറി പ്രസ് ചെയ്യുമ്പോൾ LEDയുടെ ബ്ലിങ്കിങ് സ്പീഡ് ചേഞ്ച് വരും. അത് നമ്മുടെ ടൈം ഡിലേ ടൈമർ മോഡിൽ ഉപയോഗിച്ച് എങ്ങനെ ടൈം ഡിലേ ചെയ്യാതെ നമുക്ക് പല ഫംഗ്ഷനിൽ, ഇപ്പോൾ ബൈക്കിൻ്റെ ഒക്കെ സ്പീഡോമീറ്റർ, അതുപോലെ RPM മീറ്റർ, അങ്ങനെ പല കാര്യങ്ങളും റീഡ് ചെയ്യാനും പല ഇവന്റുകളും റീഡ് ചെയ്യാനൊക്കെ വാഹനങ്ങളുടെയൊക്കെ ആവശ്യം വരും. ഈ ടൈമറിൻ്റെ ഫംഗ്ഷനൊക്കെ ടൈമർ കൗണ്ട് ചെയ്യാനൊക്കെ ഓരോ സെൻസറുകൾ കൗണ്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ആവശ്യം വരും. അത് നമുക്ക് നമ്മുടെ കോഡിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ. നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.